പ്രവർത്തിച്ചു വരുന്ന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന് നിറച്ചാതിക്കൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും ആവശ്യമായ ധാർമ്മിക മൂല്യങ്ങളെ സമൂഹത്തിന് മുന്നിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ മുതഅല്ലിമീങ്ങളുടെയും സംഗമവേദിയായ അഖ്സ അക്കാദമി വളരെ സുന്ദരമായി പ്രവർത്തിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി ഹുബ്ബുൽ ഹബീബ് മീലാദ് വിളംബര സ്നേഹമധുര റാലിയിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെല്ലാം അടിത്തറ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മാനവവിമോചനത്തിന്റെയും സർവധാർമ്മിക പ്രസ്ഥാനങ്ങളുടെയും തെമ്മാടിത്തരത്തിന്റെയും അശ്ലീലതയുടെയും ലോകത്തെ വിരമിച്ചിരുന്ന ഒരു കൂട്ടം സമൂഹത്തിലെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സംയമനത്തിന്റെയും സ്നേഹത്തിന്റെയും സുന്ദരമായ ലോകത്തേക്ക് പുറമായ ഖുർആനിന്റെ പരിശുദ്ധമായ ദിവ്യവചനങ്ങളിലൂടെയും സമൂഹത്തെ കൈപിടിച്ചുയർത്തിയപ്പോ സഹോദരങ്ങൾ, നാം ചിന്തിക്കേണ്ടത് ലോകം മുഴുവനും ഇന്ന് റോൾ മോഡലായി സ്വീകരിക്കുന്നത് താരവേഷങ്ങൾ എന്നിവരെയാണ്. എന്തുകൊണ്ടാണ് ലക്കാർലോ ബേസിലെ എന്ന മനുഷ്യൻ ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന സിനിമ എഴുതിയിട്ടും ഡെൻമാർക്കിലെ പത്രം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കാർട്ടൂൺ രചിച്ചിട്ടും സഹോദരങ്ങളെ, ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോവേഴ്സാണ്. കൃത്യമായ കാരണം നാം പരിശോധിക്കുമ്പോൾ അധാർമികപരമായ പ്രസ്ഥാനങ്ങളെയും തിന്മക്കെതിരെയും ഉറക്കെ ശബ്ദിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളിനും പെണ്ണിനും വ്യഭിചാരങ്ങൾക്കും ആറാട്ടങ്ങൾക്കും എല്ലാവിധ ആട്ടും തുപ്പുകൾക്കും വേദിയായി കൊണ്ടിരുന്ന കട്ടറബി സമൂഹത്തിലെ ഉന്നതമായ സംസ്കാരത്തിന്റെയും ഉന്നതമായ സാഹോദര്യത്തിന്റെയും ഉന്നതമായ സ്നേഹത്തിന്റെയും വികർഭാവങ്ങളാക്കി മാറ്റി സമൂഹത്തിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് എത്തിച്ചപ്പോ പാശ്ചാത്യ സംസ്കാരങ്ങളെ നമ്മുടെ മുന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് തൗഹീദിന്റെയും കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഹൃദയാന്തരങ്ങളിൽ അശ്ലീലതകളുടെയും അതുപോലെ തന്നെ വിഭജനത്തിന്റെയും വിദണ്ഡവാദത്തിന്റെയും അജണ്ടവാദത്തിന്റെയും എല്ലാം വാഗ്ദാനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോ സമൂഹം തിരിച്ചറിയേണ്ടത് പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവ്യദൗത്യത്തിന്റെ പ്രതിഫലനങ്ങളെയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ നാം ആദരിച്ചിരുന്ന, നാം ഫാൻസുകളായ അസോസിയേഷനുകളായി ആഘോഷിച്ചിരുന്ന, നമ്മുടെ ചുമരുകളിൽ ചിത്രങ്ങൾ ചാർത്തിക്കൊണ്ട് ആദരവോടെ കണ്ടിരുന്ന പല മുഖംമൂടികളും അണിഞ്ഞു വീണത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംസ്കാരമില്ലാത്തതിന്റെ പേരാണ്. ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനയ മികവിനേക്കാൾ മറ്റു പലതും പരിഗണനീയ വിഷയങ്ങളാകുമ്പോ അമ്മയെന്നോ മകളെന്നോ വ്യത്യാസമില്ലാതെ പുരുഷ കാമുകൾക്ക് മുന്നിൽ തന്റെ വസ്ത്രം മൂടിയുടെ ഗതികേട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ത്രീയുടെ റൂമിന്റെ വാതിൽ മുട്ടുന്നത് പോയിട്ട് ആ കെട്ടിടത്തിന്റെ പരിസരത്ത് കൂടി നീ പോകരുതെന്ന് നിന്റെ സംസ്കാരത്തെ, നിന്റെ ധാർമ്മിക ബോധത്തെ, നിന്റെ കുടുംബത്തിനെ, നിന്റെ യൗവനത്തിനെ, നിന്റെ മഹത്വത്തിനെ, നിന്റെ ജീവിതത്തിനെ തകർത്ത് കളയുന്നതാണ് വ്യഭിചാരമെന്ന് 6-ാം നൂറ്റാണ്ടിലെ പറഞ്ഞു വെച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. മുസ്ലിയാക്കന്മാർക്ക് 6-ാം നൂറ്റാണ്ടിൽ പോലും തലച്ചിട്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നവരെ, നിങ്ങളും അടങ്ങേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. സ്ത്രീ വിരുദ്ധമായി പ്രൗഢഗംഭീരമായി ഫെമിനിസ്റ്റുകൾ പ്രഭാഷണം നടത്തുമ്പോ, പ്രവർത്തനങ്ങൾ നടത്തുമ്പോ, കുടിവെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഗർഭിണിയായ ഭാര്യയെ കൊണ്ടുവച്ച് പ്രസവിച്ചു വരുമ്പോ പെൺകുഞ്ഞാണെന്ന് തിരിച്ചറിയുമ്പോ നേരെ ജീവനോടെ ചോര പൈതലിനെ കുടിയിലേക്ക് തള്ളിയിട്ട കട്ടറബി സമൂഹം ഒരു കാലഘട്ടത്തിന് ശേഷം പറയുകയാണ്, പ്രവാചകരെ, എനിക്കൊരു പെൺമകളുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. അവിടെ നിന്ന് പറഞ്ഞു വെച്ചോ, ഒരു പെൺകുട്ടിയെ, 2 പെൺകുട്ടിയെ, 3 പെൺകുട്ടിയെ കുഞ്ഞുപോലും നോക്കി വളർത്തി ആവശ്യമായ മതവിദ്യാഭ്യാസം കൊടുത്ത് നേടാൻ കഴിയുന്ന മേഖലകളെല്ലാം അച്ചടക്കത്തോടുകൂടി നേടിക്കൊടുക്കുന്ന ഒരു വാപ്പയ്ക്ക് സ്വർഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു വിഭാഗം പറയുകയാണെങ്കിൽ ബാബർ തകർത്തു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ മുസ്ലിമീങ്ങളാണ് ദാരുണ്യമായി കൊല്ലപ്പെട്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ. ബോളിവുഡും നടന്മാരുടെ മുന്നിലും നടിമാരുടെ മുന്നിലും ക്യാമറക്കണ്ണുകൾക്ക് മുന്നിലും വസ്ത്രം അടിച്ചിടേണ്ടി വരുമ്പോ, ഒരുപാട് മനുഷ്യന്മാർ കൊല ചെയ്യപ്പെടുമ്പോ, മുഹമ്മദ് അഖലാഖ് കൊല്ലപ്പെട്ടപ്പോ ഒരു മുസ്ലിം വാളെടുത്തുകൊണ്ട് പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടില്ല. കാരണം ഇസ്ലാം സമാധാനമാണ്, ഇസ്ലാം സ്നേഹമാണ്. ഒരിക്കൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണമുണ്ട്. The service of India means the service of the millions who suffer. ഇന്ത്യയെ സേവിക്കുക എന്നതിനർത്ഥം നിരാലംബമാകലാണ്. It means the ending of poverty and ignorance and inequality എന്ന് ജവഹർലാൽ നെഹ്റു പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്തുമ്പോ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിന്റെ എല്ലാം കാലേ കൂട്ടുള്ള പ്രവർത്തനമാണ് ഇസ്ലാം എന്ന ലേബലിൽ പരിശുദ്ധ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ കാണിച്ചു വെച്ചിട്ടുള്ളത്. ബിർളാ മന്ദിരത്തിന്റെ തിരുമുറ്റത്ത് നാഥുറാമിനായി ഗോഡ്സെ എന്ന് പറയുന്ന കിരാതന്റെ വെടിയുട്ടിക്കുന്ന വെടിയുണ്ടകളേറ്റുകൊണ്ട് ഇന്ത്യയുടെ മഹാത്മാവ് മരണപ്പെടുമ്പോ അദ്ദേഹവും പറഞ്ഞിരുന്നു, തന്റെ ഹരിജൻ പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിലൂടെ മഹാത്മാഗാന്ധി പറയുകയാണ്, ഇന്ത്യയിൽ പാർലമെന്ററി സംവിധാനം വേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ ഉമറുൽ ഫാറൂഖിന്റെയാണ്. വിനയത്തിന്റെയും സംയമനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും പ്രതിരൂപമായ ഉമർ ഖത്താബിന്റെ മകൻ ഉമർ 20 ഭൗതിക പ്രവിശ്യകൾ, a single spiritual dominion and 20 physical kingdoms, 20 ഭൗതിക പ്രവിശ്യകളെ നീതിയുക്തമായി സമാധാനപരമായി സാഹോദര്യത്തിലായി, അക്രമം പാടില്ല, അനീതി പാടില്ല, വേശ്യാവൃത്തി പാടില്ല, സമൂഹത്തിന് മുഴുവനും സമൃദ്ധീകരിച്ചുകൊണ്ട് ലോകത്തിനെ ഭരിച്ച മഹോന്നതനായ നേതാവ് ഉമറിന്റെ ഭരണമാണ് റളിയല്ലാഹു അൻഹു. ഇന്ത്യയിൽ വേണ്ടതെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേശീരയുടെ തിരുമുറ്റത്തുള്ള കച്ചവടക്കാരെ, നാട്ടുകാരെ, ശബ്ദം ശ്രമിക്കുന്നവരെ, മതമുള്ളവരെ, മതമില്ലാത്തവരെ, നിങ്ങൾ ഒരിക്കലും കവലകളിൽ കാളമൂത്രം പ്രസംഗിക്കുന്ന താടി വെച്ച തലപ്പാവ് വെച്ച ഏതെങ്കിലും ഒരു മുസ്ലിയാർ, ഏതെങ്കിലും ഒരു മനുഷ്യന് വർഗീയത പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഇസ്ലാമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അക്രിം ജാറക വലൗ കാന കാഫിറ, നിന്റെ അയൽവക്കത്ത് താമസിക്കുന്നത് തോമസ് ആണെങ്കിലും അപ്പുകുട്ടനാണെങ്കിലും മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും സംസ്കാര ശൂന്യനായാലും നീ വയറ് നടക്കുന്നതിന് മുമ്പേ നിന്റെ അടുക്കളയിലെ മീൻകറിയും ചോറും അവനും കൂടി പകർത്തു നൽകണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടുക്കാനുടയാറില്ലാത്തവൻ ഉടുപ്പ് കൊടുക്കണമെന്നും നിരാലംബരത്തവലംബമാകണമെന്നും വിധവകൾക്ക് വേണ്ടി പോരടിക്കണം, അഥവാ അവർക്ക് സംരക്ഷണ കവചം ഒരുക്കി സ്ഫടികമാകുന്ന സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യാമ്പസുകളിന്റെ വരാന്തകളിൽ, അതുപോലെ തന്നെ കോളേജുകളിലും സ്കൂളുകളിലും പരിശുദ്ധ നബിയെ കുറിച്ച് മോശമായുള്ള ചിത്രീകരണങ്ങൾ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾ തിരിച്ചറിയേണ്ടത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാഠങ്ങളെയാണ്, പഠനങ്ങളെയാണ്, നിരൂപണങ്ങളെയാണ്, നിരീക്ഷണങ്ങളെയാണ്. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ പഠിപ്പിച്ച നേതാവ്, മുടി മുറിക്കുന്നത് മുതൽ മൂത്രമുടിക്കുന്നത് വരെ പഠിപ്പിച്ച നേതാവ്, മൂക്ക് ചീറ്റുന്നത് മുതൽ മുണ്ടെടുക്കുന്നത് വരെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെയല്ല ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വാക്കുകൾ ചുരുക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് പുനർവായന, പുനർവിചിന്തനം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹബീബ് മിലാദ് വിളംബര സന്ദേശ റാലിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രിയുള്ള മഹോന്നതമായ കേരളത്തിലെ പ്രബുദ്ധ പ്രവാചകനുരാഗികളുടെ ഹൃദയാന്തരങ്ങളെ മദീനയിലേക്ക് മാറ്റി വിളിച്ച് പ്രവാചകൻ എന്താണെന്നും ഇസ്ലാമിന്റെ തിയറികൾ എന്താണെന്നും മനോഹരമായി വശ്യശൈലിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സുപ്രസിദ്ധ പ്രഭാഷകൻ ബഷീർ ഫൈ സ്വദേശമംഗലം നമ്മുടെ കേച്ചേരി അഭിസംബോധന സംസാരിക്കുന്ന വേദി ഇന്ന് 7:30 MLP സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. ഏവരെയും ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.